പക്ഷേ വിദ്യാഭ്യാസ മേഖലയിലേക്ക് സ്വകാര്യ നിക്ഷേപം വരുന്നതിന് വലിയ വിമർശനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് വരും. എന്താണ് അതിനകത്ത്? സ്വകാര്യ മേഖലയിൽ ഇപ്പോഴും തന്നെ കേരളത്തിൽ സ്വകാര്യ നിക്ഷേപമുണ്ട്. സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോഴും തന്നെ നിരവധി കോളേജുകൾ, അതുപോലെ തന്നെ സ്വാശ്രയ കോളേജുകൾ, എയ്ഡഡ് സ്കൂളുകൾ ഉൾപ്പെടെയുള്ളതിലെല്ലാം നല്ലതുപോലെ സ്വകാര്യ മൂലധനം നിക്ഷേപിച്ചിട്ടുണ്ട്. അതിനെ വീണ്ടും കുറേയും കൂടി ശക്തിപ്പെടുത്തുക എന്നുള്ള നിലപാടാണ് ഉദ്ദേശിക്കുന്നത്. കാരണം വിദ്യാഭ്യാസത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടൊരു സമ്പദ് വ്യവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്ന രീതിയിൽ ദശലക്ഷക്കണക്കിന് പുതിയ തലമുറയിൽപ്പെട്ട വിദ്യാർത്ഥിനികളെ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുമായിട്ട് ബന്ധപ്പെടുത്തി പുതിയ കോഴ്സ്, പുതിയ തരത്തിലുള്ള പുതിയ പഠന രീതിയിൽ തന്നെ ലോകത്തെമ്പാടുമുള്ള ശക്തികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള നല്ല ആശയവിനിമയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം സാമൂഹ്യ പ്രതിബദ്ധതയോടെ നിർവഹിക്കാനും സാമൂഹ്യ പശ്ചാത്തലത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്ന രീതിയിൽ വിദ്യാഭ്യാസ മേഖലയിൽ ആവശ്യമായ മാറ്റം എല്ലാവരുമായിട്ട് ചർച്ച ചെയ്ത് വരുത്തും എന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത്. അതിനാവശ്യമായ നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കുമെന്നുള്ളതാണ് ബഡ്ജറ്റിൽ ചൂണ്ടിക്കാണിച്ചത്. അത് SFI ഉൾപ്പെടെയുള്ള എല്ലാവരുമായി ചർച്ച ചെയ്തിട്ടാണ് കാര്യങ്ങൾ തീരുമാനിച്ചത്. വിദേശ സർവകലാശാലകൾക്ക് UPA സർക്കാരിന്റെ കാലത്ത് അനുമതി കൊണ്ടുവന്ന സമയത്ത് നിയമസഭയിൽ വിദ്യാഭ്യാസ മന്ത്രി MA ബേബി തന്നെ ഇത് ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിന്റെ വളർച്ചയ്ക്ക് വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത് ഇപ്പോഴുള്ളതല്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ. മൂലധന നിക്ഷേപം വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കേരളത്തിൽ അതിൻ്റെ ആദ്യകാലം മുതലേ ഉണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ. ഇനി അതിനെ കുറേയും കൂടി ആസൂത്രിതമായ രീതിയിൽ ഫലപ്രദമായി എങ്ങനെ കേരളീയ സമൂഹത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ ഒരു വിജ്ഞാന സമൂഹത്തിൻ്റെയും വിജ്ഞാന സമ്പദ് വ്യവസ്ഥയുടെയും ഭാഗമായിട്ട് കൈകാര്യം ചെയ്യണമെന്നുള്ള കാര്യത്തിലാണ് പുതിയ നിർദ്ദേശങ്ങളും കാര്യങ്ങളും വെച്ചിട്ടുള്ളത്. ആ നിർദ്ദേശങ്ങളും കാര്യങ്ങളെല്ലാം എല്ലാവരുമായിട്ട് കേരളീയ സമൂഹമാകെ നല്ല രീതിയിൽ ആരോഗ്യകരമായ രീതിയിൽ ചർച്ച ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. പ്രതിപക്ഷം പറയുന്നത് അവർ നിഷേധാത്മകമാണ്, അവരുടെ വിമർശനമൊന്നുമല്ല. അവർ ഒരു വികസന പ്രവർത്തനവും കേരളത്തിൽ നടത്താൻ പാടില്ല, കേരളയിൽ ഉൾപ്പെടെയുള്ള ഒന്നിനെയും ഞങ്ങൾ അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവർ കേരള സദസ്സ് വന്നപ്പോൾ അതിൽ നിന്ന് പിന്മാറിയവരാണ്. ഒരു തരത്തിലും കേരളത്തെ മുന്നോട്ടേക്ക് പോകാൻ അനുവദിക്കാത്ത രീതിയിലുള്ള ലോകത്തെ ഒരേ ഒരു പ്രതിപക്ഷം കേരളത്തിലെ പ്രതിപക്ഷം മാത്രമാണ്. ആ പ്രതിപക്ഷം പറയുന്നതൊന്നും ഇവിടെ നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതൊന്നും പോസിറ്റീവായിട്ടേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ.